തെലങ്കാനയിലെ നാഗർകുർണൂരിൽ ഒരു ടണൽ അപകടമുണ്ടായ കാര്യം പ്രേക്ഷകർക്കെല്ലാം അറിയാം. അപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം അരുൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞത് ഈ ടണലിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? സൈന്യം എന്ന് പറയുമ്പോൾ അവർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ എന്ത് ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ഇന്ന് പ്രകടിപ്പിക്കാനുള്ളത്? ക്രിസ്റ്റീന, നിലവിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നതാണ് തെലങ്കാന സർക്കാർ പറയുന്നത്. ഇന്നലെ വരെ SDRFന്റെയും NDRFന്റെയും സംഘങ്ങളായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതായത് ഈ 14 കിലോമീറ്റർ ഉള്ളിൽ 3 മീറ്റർ ഭാഗമാണ്, അതിന്റെ റൂഫിംഗ് ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അത് കല്ലും മണ്ണുകളെല്ലാം ഒന്നടങ്കം ഈ ബോറിംഗ് മെഷീനിലേക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഉള്ള ഭാഗത്തേക്കും ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായും അത് മൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നിലവിൽ ദുഷ്കരമാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. സൈന്യത്തിന്റെ സഹായം ഇന്നലെ തന്നെ തേടിയിരുന്നു. സൈന്യത്തിന്റെ പ്രത്യേക സംഘം, എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക സംഘം ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ ടണലിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ ഈ പ്രത്യേക വിഭാഗമാണ് കയറിയിട്ടുള്ളത്. അവരുടെ രക്ഷാപ്രവർത്തനം രാവിലെയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും 8 പേരാണ് നിലവിൽ ഈ ടണലിനകത്ത് 8 പേരാണ് കുടുങ്ങിയിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. രാവിലെ കൂടുതൽ സജീവമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.